വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് മാഹിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മയ്യഴിക്കാരുടെ ചിരകാല സ്വപ്നമായ നഴ്സിംഗ് കോളേജ് ഇന്നിവിടെ സാക്ഷാത്കരിക്കുന്നു. മാഹി ജനറൽ ഹോസ്പിറ്റൽ രോഗികൾക്കായി പുതിയ കൊച്ചിൻ ബ്ലോക്ക് തുറന്നു കൊടുത്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകി ക്രമസമാധാനം പാലിക്കുന്ന പോലീസ് എനിക്ക് സ്വന്തം കെട്ടിടം എന്ന സ്വപ്നത്തിന് ഇന്നിവിടെ ചെറുക്കം മുളച്ചു. മാഹി മേഖലയിൽ മോഡേൺ ഡിജിറ്റൽ സർവേ പ്രോഗ്രാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കൂടി ഈ വേദിയിൽ നടക്കുകയാണ്. ഇന്ന് ഞാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ 2 സെക്രട്ടറി ലെവൽ ഓഫീസേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. വൺ ഈസ് കൃഷ്ണമോഹൻ ഒപ്പോ, ഈസ് എ ഫിനാൻസ് സെക്രട്ടറി. അതിൻ്റെ കൂടെ എഡ്യൂക്കേഷനും ഒക്കെ നോക്കുന്നത്. ബിക്കോസ് ഗവൺമെൻറ് ഏത് പ്രൊപ്പോസൽ ഉണ്ടെങ്കിലും ഫൈനൽ അപ്രൂവൽ കൊടുക്കേണ്ട ഫിനാൻസ് മിനിസ്ട്രിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് മാഹി എന്തൊക്കെ പ്രോബ്ലംസ് എന്നൊക്കെ മനസ്സിലാക്കി. ആൻഡ് ഐ ഹോപ്പ് me and Oppo will be on the same board here afterwards. Yashin Chaudhary is looking after health. I know we have been concentrating on health in a big way, so he will also take care of Mahi from here on. ഞാൻ 6 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇതേ ഹാളിലായിരുന്നു ഇവിടെ എല്ലാവരെയും കണ്ടത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഒരു കെട്ട് ഡിമാൻഡ്സ് കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകാറ്. 6 മാസം കൊണ്ട് എത്രത്തോളം കഴിയുന്നത് അതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കാട്ടി തരാനായിട്ടാണ്. ഇപ്പം ഇന്ന് വന്ന ശേഷം പിന്നും വേറെ ചില ഡിമാൻഡുകൾ വെച്ചിരിക്കുന്നു എൻ്റെ മുന്നിൽ. അതും പുതുശ്ശേരിയിൽ പോയ ശേഷം അതും പ്രോസസ്സ് ചെയ്യുന്നത് പണി തുടങ്ങും. പക്ഷേ ഇതുവരയ്ക്കും മാഹി 2 കോടി 3 കോടി 4 കോടി രൂപയുടെ പണികൾ മാത്രമേ ഏറ്റെടുത്തു. Now we have to go big. We have to think big. Because മാഹിയുടെ പോപ്പുലേഷൻ ജനസംഖ്യ 40,000 ഉള്ളൂ. പക്ഷേ ജനങ്ങളുടെ ആകാംക്ഷകൾ വളരെ വലുതാണ്. But it is the duty of the government to see that your wishes are addressed and satisfied. The government is government. For example, Mahi പാലം, മയ്യയുടെ നദിയിലുള്ള പാലം, അത് പണ്ട് എത്രയോ കൊല്ലം മുമ്പ് കെട്ടിയതാണ്. പക്ഷെ അതിന് പകരം ഒരു പുതിയ പാലം വേണ്ടെന്നൊരു 15 കൊല്ലമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അത് എന്താ വെച്ചാൽ 35 കോടി രൂപയുടെ ചിലവാണ്. സോ വി ഡിസൈഡഡ് ടു ഇൻക്ലൂഡ് ദാറ്റ് ഇൻ ദ ADB പ്രോജക്റ്റ്. ADB പ്രോജക്റ്റ് അത് എടുക്കണം. അതേമാതിരി ഇവിടത്തേക്ക് കുടിവെള്ളം വേണ്ടത്. ആ കുടിവെള്ളം കൊണ്ടുവരുന്ന പൈപ്പ് ലൈൻ മുഴുവൻ എല്ലാ സ്ഥലത്തും പൊട്ടിക്കെടുക്കണം. So we have decided to totally change the entire water pipeline system in Mahi. So ഇതിനകത്തെ പെർമനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം അത് നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഫിഷിംഗ് ഹാർബർ 2010 71 കോടി രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സാങ്ഷൻ ചെയ്ത് ഫിഷിംഗ് ഹാർബറിനായിരുന്നു. പകുതി പണിയും കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഫിഷർമെൻ്റെ മെയിൻ ഡിമാൻഡായിട്ട് ഞങ്ങളത് തീർക്കണം. അതിനുശേഷം ഞങ്ങൾ ഒരു സ്മാർട്ട് ഹാർബർ ഫിഷിംഗ് ഹാർബർ നടത്താനായിട്ട് വി ഡിഡ് എ സ്റ്റഡി ടു ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള ഗവൺമെൻറ്. അവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. എന്നിട്ട് 68 കോടിൻ്റെ ഒരു പ്രോജക്റ്റ് അതേ ഹാർബറിനെ വികസിപ്പിച്ച് ഒരു 255 മെക്കാനൈസ്ഡ് ട്രോളേഴ്സ് ആൻഡ് 295 ബോട്ട്സ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തോടുകൂടി മോഡേൺ സ്മാർട്ട് ഹാർബർ ദാറ്റ് വി ഹാവ് പ്ലാൻ. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് അത് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഫിഷിംഗ് ഹാർബർ പ്രോജക്റ്റ്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാഹിക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനമായിരിക്കും. സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി സംസ്ഥാനം വികസന കുതിപ്പിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും പാവപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ആവശ്യമായ കരുതലും ശ്രദ്ധയും ഉറപ്പുവരുത്താനായി നിരവധി ക്ഷേമ പദ്ധതികൾ പുതുച്ചേരി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുല്യമായ മാതൃക സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതു ആരോഗ്യരംഗം ശക്തിപ്പെടുത്തുകയും ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു മീറ്റിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ GH ആയുർവേദ കോളേജ്, ഹോസ്പിറ്റൽ, നഴ്സിംഗ് കോളേജൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഇൻ ഡയലോഗ് വിത്ത് ജിഫ്മർ. ജിഫ്മറിൻ്റെ ഒരു ശാഖ ഇന്ന് യാനത്തിൽ തുടങ്ങിയിട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മാഹിക്ക് ഇത് ഇനിഷ്യൽ ടോക്ക് മറ്റേ യൂണിയൻ ഹോം മിനിസ്റ്റർ JP നഡ്ഡാജി ഈ ജനുവരി ഫസ്റ്റ് വീക്കിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് അത് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങളുടെ താല്പര്യം. ഏകദേശം 1.34 കോടി രൂപ ചെലവിൽ ആധുനിക സ്വർണ്ണക്കൂടിയ കിച്ചൺ ബ്ലോക്ക് നിർമ്മാണം ഇന്ന് GH ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് 20 കോടി രൂപ ചെലവിൽ 4 നിലയിൽ 50 കിടകളോട് കൂടിയ പുതിയ IP ബ്ലോക്കിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുന്നത്. മാഹി ആശുപത്രിയുടെ ചിരകാല സ്വപ്നമായിരുന്ന ഓർത്തോപെഡിക് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ CR മെഷീൻ ഏകദേശം 27 ലക്ഷം രൂപ ചെലവിൽ ആശുപത്രിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിലൂടെ രോഗികൾ കൂടുതൽ കാര്യക്ഷമമായ ചികിത്സ ലഭിക്കുകയാണ്. അതോടൊപ്പം വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടന്ന ജനറൽ ഹോസ്പിറ്റൽ ന്യൂ ബ്ലോക്ക് ബിൽഡിംഗ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും 15 വർഷമായി മുടങ്ങിക്കിട്ടുന്ന ഈ പ്രവൃത്തി അടുത്ത 6 മാസത്തിനകം പൂർത്തീകരിച്ച് മാഹി നിവാസികൾക്ക് ഈ സമുച്ചയത്തിൽ കഴിഞ്ഞപ്പെടുത്താറുണ്ട്. നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനും മറ്റ് ഉന്നത പഠനത്തിനുമായി മാഹിയിലെ കുട്ടികൾ മുൻകാലങ്ങൾ പുതുച്ചേരിയും മറ്റ് വിദൂര സ്ഥലങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ 25-26 അധ്യയന വർഷം മുതൽ BSc നഴ്സിംഗ് കോളേജ് മാഹിക്കായി അനുവദിക്കണം. സ്പീക്കർ പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ കൊല്ലം 4 നഴ്സിംഗ് കോളേജസ് യാനം, കാരക്കൽ, പോണ്ടിച്ചേരി, എപ്പോഴും ചെയ്തിരിക്കുന്നു. പ്രസ്തുത കോളേജിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജിനായുള്ള പുതിയ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മാഹി ജനറൽ ആശുപത്രി കോമഡി എടുത്തിരിക്കുന്ന ഭൂമിയിൽ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഇതേമാതിരി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അവരുടെ വേറെ കോഴ്സുകൾ ഇവിടെ തുടങ്ങാനായിട്ട് ഞങ്ങൾ ഡയലോഗിൽ ഇരിക്കുകയാണ്. അതായത് ആ കോഴ്സുകൾ ഇമ്മീഡിയറ്റായിട്ട് ജോലി സാധ്യതയുള്ള കോഴ്സസ് ആയിരിക്കും അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത്. ഓരോ അർഹ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ സേവനങ്ങൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയായ PMJY പദ്ധതി വഴി 10,000-ത്തിനടുത്ത് കാർഡുകൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. മാഹി ജനറൽ ആശുപത്രി വഴി ഇതുവരെ 1.5 കോടി രൂപയിൽ പരം പ്രസ്തുത ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതി വഴി പാവപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. മാഹിയിലെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് കൈത്താങ്ങായി ആധുനിക സൗകര്യങ്ങളോടുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് കേന്ദ്രം ഗവൺമെന്റ് സാമ്പത്തിക സഹായം വഴി അടുത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ തികച്ചും സൗകര്യമായി ഈ സൗകര്യം മാഹിയിലെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് ലഭ്യമാകും. അതുപോലെ 1.75 കോടിയിൽ പരം രൂപ ചെലവിൽ മാഹി ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ലബോറട്ടറി കേന്ദ്ര ഗവൺമെന്റിന്റെ PM അഭിം പദ്ധതി പ്രകാരം അടുത്ത് തന്നെ കമ്മീഷൻ ചെയ്തതായിരിക്കും.
പ്രസ്തുത ലാബിന്റെ നിർമ്മാണ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. അതുപോലെ കുടിവെള്ളത്തിന്റെ ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഒരു ഓവർ ഹെഡ് ടാങ്കിന്റെ നിർമ്മാണവും GH ഹോസ്പിറ്റൽ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. കൂടാതെ ചെറുതും വലുതുമായ പല വികസന പദ്ധതികൾ മാഹി ജനറൽ ഹോസ്പിറ്റൽ നടപ്പാക്കിയിട്ടുണ്ട്. പുതിയ പാസഞ്ചർ ഡീസൽ ജനറേറ്റർ, അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള വർക്ക് സ്റ്റേഷൻ എന്നിവ ഇവിടെ ഉൾപ്പെടും. സർക്കാരിന്റെ തുടർച്ചയായ വികസന പദ്ധതിയിലൂടെ ഉയർന്ന ജീവിത നിലവാരം മാതൃകാ കേന്ദ്രമായി മാഹി മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യ സുരക്ഷയെക്കുറിച്ച് വ്യക്തമായ ദിശാബോധവും കാഴ്ചപ്പാടും ഉള്ള ഗവൺമെന്റ് പ്രതിമാസം 1.5 കോടിയിലധികം രൂപ മാഹി മാത്രം 5537 പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ വേണ്ടി ചെലവഴിക്കുന്നു. അതിന്റെ സിംഹഭാവം, അതായത് 1,25,00,000 രൂപ വനിതാ ശിശു വികസന വകുപ്പ് വാർഷിക വിധവാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതാണ്. ഒക്ടോബർ 31 വരെ ലഭിച്ച വാർഡിന്റെ വിധവാ പെൻഷൻ വേണ്ടിയുള്ള എല്ലാ അപേക്ഷകളും തീർപ്പ് കൽപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. 365 പേർക്കാണ് ഇപ്പോൾ പുതുതായി ക്ഷേമ പെൻഷൻ പാസ്സാക്കിയിരിക്കുന്നത്. മറ്റു പ്രധാന സ്കീമുകളായ CM കെയറിന്റെ പേരിൽ പെൺകുട്ടികൾ ജനിച്ചാലുടൻ 50,000 രൂപ കുട്ടിയുടെ പേരിൽ 21 വർഷത്തേക്ക് ഗവൺമെന്റ് നിക്ഷേപിക്കുന്നു. കൂടാതെ പെൺകുട്ടികൾ ഉള്ളവർക്കുള്ള ധനസഹായം, പെൺകുട്ടികൾ വിവാഹത്തിനുള്ള ധനസഹായം തുടങ്ങിയ ജനക്ഷേമകരമായ പദ്ധതികൾ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്നു. മാഹി മേഖലയിൽ മോഡേൺ ഡിജിറ്റൽ സർവേ പ്രോഗ്രാമിന്റെ ഔപചാരിക ഉദ്ഘാടനം കൂടി ഈ വേദിയിൽ നടക്കുകയാണ്. പുതുച്ചേരി മോഡേൺ ഡിജിറ്റൽ സർവേ പ്രോഗ്രാം മാഹിയിലും നടപ്പാക്കിയിരിക്കുകയാണ്. നഗരപ്രദേശങ്ങൾക്കായിട്ടുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ പുതിയ നക്ഷ പൈലറ്റ് പ്രോഗ്രാമിന്റെയും ഭാഗമായി പുതുച്ചേരി മോഡേൺ ഡിജിറ്റൽ സർവേ പ്രോഗ്രാം സജീവമായി നടപ്പാക്കുന്നത്. അതാണ് സർവേ ഓഫ് ഇന്ത്യയുടെ അധികാരികൾ ഇവിടെ ഉപസ്ഥിതരുള്ളത്. മാഹി മേഖലയിൽ എല്ലാ ഗ്രാമങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ച് ഇലക്ട്രോണിക്കൽ ടോട്ടൽ സ്റ്റേഷൻ, ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് DGPS തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഭൂമിയുടെ പുനഃസർവേ നടത്തുകയാണ്. ഇതിനായി പുതുച്ചേരി സർക്കാർ സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ധാരണാപത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനം ഇതിനുള്ള സാങ്കേതിക സഹായം നൽകും. കൃത്യമായ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്നതിനും ഭൂമിയിലേക്ക് സ്വത്ത് നികുതി എന്നിവയുടെ സുതാര്യവും സമഗ്രവുമായ ഒരു ഭൂരേഖ മാനേജ്മെന്റ് സംവിധാനം സൃഷ്ടിക്കുന്നതാണ് ഈ പദ്ധതി. ഇവിടുത്തെ റീജിയണൽ അഡ്മിനിസ്ട്രേഷനോടൊക്കെ പറയുകയായിരുന്നു, ഇപ്പോൾ മാറ്റമായ ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു മീറ്റിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ GH ആയുർവേദ കോളേജ്, ഹോസ്പിറ്റൽ, നഴ്സിംഗ് കോളേജൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഇൻ ഡയലോഗ് വിത്ത് ജിപ്മർ. ജിപ്മറിൻ്റെ ഒരു ശാഖ ഇന്ന് യാനത്തിൽ തുടങ്ങിയിട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്തും ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മാഹിക്ക് ഇത് ഇനിഷ്യൽ ടോക്ക് അത് മറ്റേ യൂണിയൻ ഹോം മിനിസ്റ്റർ JP നഡ്ഡാജി ഈ ജനുവരി 1st വീക്കിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് അത് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങളുടെ താല്പര്യം. ഏകദേശം 1.34 കോടി രൂപ ചെലവിൽ ആധുനിക സ്വർണ്ണം കൂടിയ കിച്ചൺ ബ്ലോക്ക് നിർമ്മാണം ഇന്ന് GH ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് 20 കോടി രൂപ ചെലവിൽ 4 നിലയിൽ 50 കിടകളോട് കൂടിയ പുതിയ IP ബ്ലോക്കിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുന്നത്. മാഹി ആശുപത്രിയുടെ ചിരകാല സ്വപ്നമായിരുന്ന ഓർത്തോപെഡിക് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ CARM മെഷീൻ ഏകദേശം 27 ലക്ഷം രൂപ ചെലവിൽ ആശുപത്രിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിലൂടെ കൂടുതൽ കാര്യക്ഷമമായ ചികിത്സ ലഭിക്കുകയാണ്. അതോടൊപ്പം വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടുന്ന ജനറൽ ഹോസ്പിറ്റൽ ന്യൂ ബ്ലോക്ക് ബിൽഡിംഗ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും 15 വർഷമായി മുടങ്ങിക്കിട്ടുന്ന ഈ പ്രവൃത്തി അടുത്ത 6 മാസത്തിനകം പൂർത്തീകരിച്ച് മാഹി നിവാസികൾക്ക് ഈ സമുച്ചയത്തിൽ
നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനും മറ്റ് ഉന്നത പഠനത്തിനുമായി മാഹിയിലെ കുട്ടികൾ മുൻകാലങ്ങളിൽ പുതുച്ചേരിയും മറ്റ് വിദൂര സ്ഥലങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ 25-26 അധ്യയന വർഷം മുതൽ BSc നഴ്സിംഗ് കോളേജ് മാഹിക്കായി അനുവദിക്കണം. സ്പീക്കർ പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ കൊല്ലം 4 നഴ്സിംഗ് കോളേജസ് യാനം, കാരക്കൽ, കോട്ടച്ചേരി, മാഹി എപ്പോൾ ചെയ്തിരിക്കുന്നു. പ്രസ്തുത കോളേജിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജിനായുള്ള പുതിയ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മാഹി ജനറൽ ആശുപത്രി കോമഡി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഇതേമാതിരി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അവരുടെ വേറെ കോഴ്സുകൾ ഇവിടെ തുടങ്ങാനായിട്ട് ഞങ്ങൾ ഡയലോഗ് ഇരിക്കുകയാണ്. അതായത് ആ കോഴ്സുകൾ ഇമ്മീഡിയറ്റായിട്ട് ജോലി സാധ്യതയുള്ള കോഴ്സസ് ആയിരിക്കും അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത്. ഓരോ അർഹ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ സേവനങ്ങൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയായ PMJY പദ്ധതി വഴി 10,000-ത്തിനടുത്ത് കാർഡുകൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. മാഹി ജനറൽ ആശുപത്രി വഴി ഇതുവരെ 1.5 കോടി രൂപയ്ക്ക് പുറമെ പ്രസ്തുത ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതി വഴി പാവപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. മാഹിയിലെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് കൈത്താങ്ങായി ആധുനിക സൗകര്യങ്ങളോടുള്ള കൂടി ഒരു ഡയാലിസിസ് യൂണിറ്റ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക സഹായം വഴി അടുത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ തികച്ചും സൗകര്യമായി ഈ സൗകര്യം മാഹിയിലെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് ലഭ്യമാകും. അതുപോലെ 1.75 കോടിയിൽ പരം രൂപ ചെലവിൽ മാഹി ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് ഒരു ഇന്റഗ്രേറ്റഡ് പബ്ലിക് ലബോറട്ടറി കേന്ദ്ര ഗവൺമെന്റിന്റെ PM അഭിം പദ്ധതി പ്രകാരം അടുത്ത് തന്നെ കമ്മീഷൻ ചെയ്തതായിരിക്കും. പ്രസ്തുത ലാബിന്റെ നിർമ്മാണ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. അതുപോലെ കുടിവെള്ളത്തിന്റെ ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഒരു ഓവർഹെഡ് ടാങ്കിന്റെ നിർമ്മാണവും GH ഹോസ്പിറ്റൽ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. കൂടാതെ ചെറുതും വലുതുമായ പല വികസന പദ്ധതികൾ മാഹി ജനറൽ ഹോസ്പിറ്റൽ നടപ്പാക്കിയിട്ടുണ്ട്. പുതിയ പാസഞ്ചർ ലിഫ്റ്റ്, ഡീസൽ ജനറേറ്റർ, അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള വർക്ക് സ്റ്റേഷൻ എന്നിവ ഇവിടെ ഉൾപ്പെടും. സർക്കാരിന്റെ തുടർച്ചയായ വികസന പദ്ധതിയിലൂടെ ഉയർന്ന ജീവിത നിലവാരം,